ഹലോ, നമ്മളിന്ന് ഇവിടെ ഇച്ചിരി ഹവായി ചിക്കൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതായത് ചിക്കൻ ഇങ്ങനെ വലിയ പീസായിട്ട് ഒരു 7-8 പീസാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. അതിനകത്തേക്ക് നമ്മൾ ആദ്യം അതിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നു. ഉപ്പിട്ട് കഴിഞ്ഞിട്ട് ഒരു ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, അതായത് ഈ ചെറിയ സ്പൂൺ 2 സ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്, അത് നമ്മളിട്ട് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ മുളക് പൊടി ഒരു ചെറിയ സ്പൂൺ 2 സ്പൂണ്, പിന്നെ ഇടുന്നത് മല്ലിപ്പൊടി. ഇത്രയും ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ വെക്കുന്നു. അരമണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിലേക്കൊന്ന് വെക്കുകയാണെങ്കിൽ നന്നായിട്ടിത് പിടിച്ച് കിട്ടും. അപ്പോൾ നമുക്ക് ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. ഇതിലേക്ക് നമ്മൾ ഇത്തിരി തൈര് ഒഴിച്ചിട്ടുണ്ട്. തൈരും പിന്നെ നമ്മൾ ഗരം മസാലയാണ്, അതും കൂടെ ചേർത്ത് ഇളക്കി വയ്ക്കുന്നേ. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ ചിക്കൻ ഇവിടെ നല്ലതായിട്ട് ഇരിപ്പുണ്ട്. നമ്മളിനി ചെയ്യുന്നത് ഒരു കുക്കർ എടുത്തിട്ട് അതിനകത്തേക്ക് ഇച്ചിരി വെളിച്ചെണ്ണയോ എണ്ണയോ എന്തെങ്കിലും ഒന്ന് തടവി കൊടുക്കണം. ഇങ്ങനെ തടവിയിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ഈ ചിക്കൻ പറക്കി ഇങ്ങനെ വെച്ച് കൊടുക്കണം. ചിക്കൻ ഓരോന്നായിട്ട് പീസസ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് അതൊരു 2 വിസിൽ, അത് മതി, ഒരു 2 വിസിലടിക്കണം. നമ്മളങ്ങനെ ചിക്കൻ ഇതിനകത്തേക്ക് ഇറക്കി വെച്ച് 2 വിസിലൊന്ന് അടുപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കുക്കറിൽ വെച്ച് ഒരു വിസിൽ വന്നിട്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ തവയിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ച് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഈ മൂടി വെച്ച് നമുക്കൊന്ന് സിമ്മിലിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹവായി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് ഞാൻ തൂകി കൊടുക്കുന്നത് ഇത്തിരി കുരുമുളക് പൊടിയാണ്. അതിങ്ങനെ ലാസ്റ്റിലൊന്ന് തൂകി കൊടുക്കാമെങ്കിൽ അതിൻ്റെ ഫ്ലേവർ നല്ലതായിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഇത് എൻ്റെ സ്റ്റൈലിലുള്ള ഹവായി ചിക്കനാണ്. സോസൊന്നും ഞാൻ ചേർത്തിട്ടില്ല. ഇപ്പോൾ സോസൊക്കെ ചേർക്കുകയാണെങ്കിൽ വളരെ കളർഫുള്ളായിട്ട് കിട്ടും. സോസൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ഹവായി ചിക്കൻ റെഡി. ഇത്തിരി മല്ലിയിലയും കൂടെ തൂകി കൊടുക്കുന്നു. ഹവായി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.